സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഈ വിശുദ്ധ ദിവസത്തിലെ വചനചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. സ്വർഗരാജ്യ പ്രവേശനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ ഒരു ഉപമ ഇങ്ങനെയാണ്. ഒരു രാജാവ് തന്റെ പുത്രന്റെ കല്യാണ സദ്യയ്ക്ക് ചിലരെയൊക്കെ ക്ഷണിച്ചു. എന്നാൽ അവർക്കൊന്നും ആ വിരുന്നിന് വരുവാൻ മനസ്സായില്ല. പല കാരണങ്ങൾ പറഞ്ഞ് അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു. എന്നാൽ രാജാവാകട്ടെ തന്റെ ദാസന്മാരെ വിട്ട് വഴിത്തലയ്ക്കൽ കണ്ടവരെയെല്ലാം കല്യാണ വിരുന്നിന് ക്ഷണിച്ചു. വിരുന്നുശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ അവിടെ കണ്ടു. കല്യാണ വസ്ത്രമില്ലാതെ നീ എങ്ങനെ അകത്തു വന്നു എന്ന രാജാവിന്റെ ചോദ്യത്തിന് അവൻ ഉത്തരമില്ലായിരുന്നു. അവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവാൻ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ചെയ്യുവാൻ കാരണം രാജാവ് നൽകിയ കല്യാണ വസ്ത്രം ധരിക്കാതെയാണ് അവൻ അകത്തു വന്നത്. അതെ പ്രിയമുള്ളവരെ, ഈ വിവാഹത്തിന് നാമും വിളിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെടുവാനുള്ള ക്ഷണം പിതാവായ ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ആ ക്ഷണം സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? കുഞ്ഞാടിന്റെ രക്തത്താൽ അലക്കി വെളുപ്പിച്ച വസ്ത്രമാണ് കല്യാണ സദ്യക്ക് ചെല്ലുവാൻ നമുക്കുള്ള അടയാളം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അവിടുന്ന് നമുക്ക് നൽകുന്ന രക്ഷാവസ്ത്രമാണിത്. നമ്മുടെ നീതിപ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെയാണ്. എന്നാൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ സ്വർഗരാജ്യ പ്രവേശനം അസാധ്യമാണ്. തികച്ചും സൗജന്യമായി കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ ഈ വലിയ രക്ഷ കരസ്ഥമാക്കുവാൻ, അവിടുത്തെ മണവാട്ടിയായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്വർഗീയ പിതാവേ, ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ഉടുപ്പിച്ചിരിക്കുന്ന രക്ഷാവസ്ത്രം അവിടുത്തെ ദാനമാണല്ലോ. അതിനായി അങ്ങ് നൽകിയ വില കാൽവരി ക്രൂശിലൂടെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കിയ, ഞങ്ങളുടെ രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിച്ച ഈ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ, കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം, മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യയുഗങ്ങൾ, പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യയുഗങ്ങൾ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി